വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ. അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. അടുത്ത ദിവസം അവർ ബെഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. ദേവാലയ ശുദ്ധീകരണം. അവർ ജെറുസലമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടുപോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. അവൻ അവരെ പഠിപ്പിച്ചു, എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ അതിനെ കച്ചവടക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു. കാരണം അവനെ അവർ ഭയപ്പെട്ടു. ജനങ്ങളെല്ലാം അവന്റെ പ്രബോധനങ്ങളെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിന് വെളിയിലേക്ക് പോയി. സഹോദരങ്ങളെ, ഓശാന ഞായറാഴ്ച യേശു ജെറുസലം ദേവാലയത്തിൽ പ്രവേശിച്ചതിന് ശേഷം എല്ലാം ചുറ്റിക്കണ്ട് മടങ്ങിപ്പോയി ബഥാനിയായിൽ ലാസറിന്റെ ഭവനത്തിൽ താമസിക്കുകയാണ്. പിറ്റേന്ന് തിങ്കളാഴ്ച ബഥാനിയയിൽ നിന്നും യേശു വീണ്ടും ജെറുസലമിലേക്ക് പോകുന്നു. അപ്പോൾ ഈശോയ്ക്ക് വിശന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന അത്തിമരം കണ്ട് അതിൽ ഫലമുണ്ടാകുമെന്ന് വിചാരിച്ച് അടുത്തു ചെല്ലുകയും ഒന്നും കാണായകയാൽ അത്തിവൃക്ഷത്തെ ശപിക്കുകയും ചെയ്യുന്നു. ഉച്ചയാകുമ്പോഴേക്കും ജെറുസലം ദേവാലയത്തിൽ എത്തുകയും ദേവാലയം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പീഡാനുഭവവാരത്തിലെ ആദ്യ ദിവസമായ ഇന്ന് തിങ്കളാഴ്ച നമുക്ക് ഡാനിയേൽ അച്ഛൻ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പാപമോചന പ്രാർത്ഥന. ജീവിതത്തിൽ ഫലങ്ങൾ കാണിക്കാതെ നടന്നതിനും ദുർഗുണങ്ങൾ വളർത്തിയതിനും മാപ്പ് ചോദിക്കുക. യേശുവെ, ഞാൻ ഫലദായകമായി ജീവിക്കാതിരുന്ന സന്ദർഭങ്ങളിൽ എന്നോട് ക്ഷമിക്കണമേ. കോപം, വിദ്വേഷം, അസൂയ, വീഴ്ചകൾ, സ്വാർത്ഥത ഇവയെല്ലാം ഞാൻ വളർത്തിയതിന് എന്നോട് ക്ഷമിക്കണമേ. നല്ല ഫലങ്ങൾക്കായിട്ടുള്ള പ്രാർത്ഥന. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ജീവിതത്തിൽ ലഭ്യമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, എൻ്റെ ജീവിതം അങ്ങ് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാകട്ടെ. എന്നെ സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, വിനയം, ആത്മനിയന്ത്രണം എന്നിവയാൽ നിറയ്ക്കണമേ. കർത്താവെ, എൻ്റെ ജീവിതം ഫലദായകമാക്കണമേ. ആമേൻ.